രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നല്ല സ്ഥാനാർത്ഥിയെന്ന് ചാണ്ടി ഉമ്മൻ. തദ്ദേശീയർ മത്സരിക്കണമെന്ന DCCയുടെ ആവശ്യം കുടുംബത്തിലെ തർക്കം മാത്രം. അന്തിമ തീരുമാനം പാർട്ടിയുടേതെന്നും ചാണ്ടി ഉമ്മൻ. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് G. സുധാകരൻ. വെള്ളാപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപാട് സഹായിച്ച വ്യക്തി. ഈഴവ വോട്ടുകൾ എന്ന വോട്ട് ഇല്ല. വോട്ടുകളിൽ എല്ലാ സമുദായക്കാരുമുണ്ടെന്നും G. സുധാകരൻ. PhD പ്രവേശന വിവാദത്തിൽ K. വിദ്യയ്ക്ക് ആശ്വാസം. പ്രവേശനത്തിൽ അപാകതയില്ലെന്ന് കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. പ്രവേശനം സംവരണ നിയമങ്ങൾ ലംഘിച്ചല്ലെന്നും ഉപസമിതി. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട കലാപാഹ്വാന പരാതിയിൽ EP ജയരാജനും PK ശ്രീമതിക്കും തിരിച്ചടി. കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന ഹർജി വീണ്ടും പരിഗണിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി. ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നിയമവിരുദ്ധമെന്നും നിരീക്ഷണം. കളിയിക്കാവിള കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ്. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സർവീസ് സെന്റർ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കളിയിക്കാവിള കൊലപാതകത്തിലെ പ്രതി സുനിൽകുമാറിന്റെ സ്ഥാപനത്തിനെതിരെ കേസ്. ബ്രദേഴ്സ് സർജിക്കൽസിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസ്. സ്ഥാപനത്തിന്റെ നെയ്യാറ്റിൻകര ശാഖയ്ക്കെതിരെയും കേസെടുത്തു. 2 സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചു. പ്രതി അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും നൽകിയത് ഈ സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിരുന്നു. LDFിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് കോവൂർ കുഞ്ഞുമോൻ MLA. മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകിയില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ഉന്നയിക്കുമെന്നും കോവൂർ കുഞ്ഞുമോൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ BJP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടരുന്നു. തൃശൂരിലെ ജയവും മറ്റ് മണ്ഡലങ്ങളിലെ പ്രകടനവും വിലയിരുത്തും. ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. BJP കേരളത്തിന് ബാലികേറ മലയല്ലെന്ന് K. സുരേന്ദ്രൻ. BJP ഇല്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാനാകില്ല. BJP കഠിന പരിശ്രമം നടത്തിയാണ് തൃശൂരിൽ വിജയിച്ചത്. വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ തേരോട്ടമായിരിക്കുമെന്നും BJP നേതൃയോഗത്തിൽ സുരേന്ദ്രൻ. തൃശൂരിൽ അഭൂതപൂർവമായ വിജയം തന്നതിന് ജനങ്ങൾക്ക് നന്ദിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വലിയ കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. രാഷ്ട്രീയ വോട്ടുകളല്ലാത്ത വോട്ടുകളും തനിക്ക് ലഭിച്ചു. ഈ മനംമാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും സുരേഷ് ഗോപി. കത്വ ഫണ്ട് കേസിൽ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെയുള്ള നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ 3 മാസത്തേക്ക്. പരാതി കത്വ പെൺകുട്ടിക്കായി ശേഖരിച്ച തുകയിൽ 15 ലക്ഷം രൂപ PK ഫിറോസും CK സുബൈറും വകമാറ്റി ചിലവഴിച്ചതായി. സംസ്ഥാനത്ത് താറുമാറായി റേഷൻ വിതരണം. POS മെഷീൻ ഇന്ന് വീണ്ടും തകരാറിൽ. റേഷൻ വ്യാപാരികളുമായി അടുത്ത മാസം 4-ന് ചർച്ചയെന്ന് ഭക്ഷ്യമന്ത്രി. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നെന്ന് അച്ഛൻ ജയപ്രകാശ്. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ സർവകലാശാല മറച്ചുവെച്ചു. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നും ജയപ്രകാശ് ന്യൂസ് മലയാളത്തോട്. സർവകലാശാല നടപടി പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകി ഗവർണർ. പത്തനംതിട്ട പ്രമാടത്ത് ടിപ്പർ ലോറിയുടെ പിന്നിലേക്ക് സ്കൂട്ടർ ഇടിച്ചു കയറിയ അപകടത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. യുവതിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. കണ്ണൂർ ചെറുതാഴം രാമപുരത്തെ ആസിഡ് ചോർച്ചയിൽ 10 പേർക്ക് ശ്വാസതടസ്സമുണ്ടായത് സമീപത്തെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക്. 2 പേരെ കണ്ണൂർ മെഡിക്കൽ കോളേജിലും 8 പേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചോർച്ചയുണ്ടായത് മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ആസിഡുമായി പോയ ടാങ്കറിൽ നിന്ന്. വാഹനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി.
ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണം. പോലീസ് കൺട്രോൾ റൂം, പാർക്കിംഗ് ഏരിയ എന്നിവ നവീകരിക്കാൻ തീരുമാനം. 16.31 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ച് PWD വകുപ്പ്. 3 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും ടെൻഡറിൽ. CPIഎമ്മിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി CPIഎം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. കണ്ണൂരിൽ വ്യക്തിപൂജയും വ്യക്തി ആരാധനയും ഇപ്പോഴും നടക്കുന്നു. PJ ആർമി മാറി റെഡ് ആർമിയായി മാറിയെന്ന് മാത്രം. ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നും മനു തോമസ് ന്യൂസ് മലയാളത്തോട്. വിവാദങ്ങൾക്കിടെ CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. മനു തോമസ് വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാക്കാതെ CPM. മൗനം പാലിച്ച നേതാക്കൾ. മൗനം വിദ്വാനുഭൂഷണമെന്ന് സെക്രട്ടേറിയറ്റിന് ശേഷം P. ജയരാജൻ. ആരോപണം മാധ്യമങ്ങൾക്ക് ഗുരുതരമായിരിക്കുമെന്നും പ്രതികരണം. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ CPM നേതാക്കൾക്ക് ക്ലീൻ ഷീറ്റ് നൽകാതെ ED. AC മൊയ്തീനും ജില്ലാ സെക്രട്ടറിക്കും ക്ലീൻ ഷീറ്റ് ഇല്ല. കേസിൽ 2ാം കുറ്റപത്രം സമർപ്പിക്കാനും നീക്കം. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കാൻ സാധ്യത. സ്വത്ത് കണ്ടുകെട്ടിയവരെ പ്രതി ചേർത്തേക്കും. EDയുടെ നടപടി തോന്നിവാസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നീക്കം രാഷ്ട്രീയ പ്രേരിതമായത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. തെളിവിന്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. EDയുടെ ഒരു നോട്ടീസും അറിയിപ്പും CPMന് ലഭിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് ഇടപാടിലെ ED നടപടിയെക്കുറിച്ച് അറിയില്ലെന്ന് തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. വാർത്തയിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂവെന്നും പാർട്ടിക്ക് വേണ്ടി സ്ഥലം വാങ്ങുന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെയും സെക്രട്ടറിയുടെയും പേരിലെന്നും MM വർഗീസ്. ഇപ്പോൾ നടക്കുന്നത് വേട്ട. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിന് നേരെ ഉപയോഗിക്കുന്നതായും MM വർഗീസ്. കരുവന്നൂർ കേസിലെ ED നടപടി CPMന് പൊൻതൂവലാണെന്ന് V. മുരളീധരൻ. കള്ളപ്പണ കേസിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതി ചേർക്കപ്പെടുന്നത്. പാർട്ടിയുടെ കണക്കിൽപ്പെടാത്ത 25 അക്കൗണ്ടാണ് കണ്ടെത്തിയതെന്നും V. മുരളീധരൻ. തിരുവനന്തപുരത്ത് ചിട്ടിത്തുക നൽകാത്തതിൽ ചെമ്പഴന്തി സ്വദേശി ആത്മഹത്യ ചെയ്തു. അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച് നാട്ടുകാർ. മരണത്തിന് ഉത്തരവാദി ബാങ്ക് പ്രസിഡന്റെന്ന് ബിജുകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ്. രേഖകൾ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്ന് കഴക്കൂട്ടം ACP അറിയിച്ചതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നീതി നിഷേധിക്കപ്പെടുന്നെന്ന് അഭിഭാഷക TB മിനി. തുടർച്ചയായി കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അതിജീവിതയുടെ അഭിഭാഷക. മെമ്മറി കാർഡ് ചോർത്തിയ കോടതി ജീവനക്കാരെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയെന്നും മിനി ന്യൂസ് മലയാളത്തോട്. ഭക്ഷ്യമന്ത്രി GR അനിലിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. സർക്കാർ പട്ടിണി വിളമ്പരുതെന്ന് വിമർശനം. വിലക്കയറ്റം ദേശീയ വിഷയമാണെന്ന പ്രസ്താവന വിശക്കുന്നവന് നേരെയുള്ള കൊഞ്ഞനം കുത്തൽ. മന്ത്രിയുടെ തോട്ടങ്ങളിൽ പച്ചക്കറി നട്ടതുകൊണ്ട് മാർക്കറ്റിൽ ചലനമുണ്ടാവില്ലെന്നും മുഖപത്രത്തിൽ. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല. ജൂലൈ 4-ന് കാലവർഷം എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പ്രസിദ്ധമായ അമർനാഥ് യാത്രയ്ക്ക് തുടക്കം. 4600 തീർത്ഥാടകരുടെ ആദ്യ ബാച്ച് ബാൽതാൽ ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഗവർണർ മനോജ് സിൻഹ തീർത്ഥാടനത്തിന്റെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കിയ കമ്പനിക്കെതിരെ നടപടി. സിജി ലൂബ്രിക്കൻ കമ്പനിക്കെതിരെ ബിനാനിപുരം പോലീസ് കേസെടുത്തു. നടപടി എടത്തല നൊച്ചിമ സ്വദേശി ഷബീറിന്റെ പരാതിയിൽ. ജീവന് ഹാനികരമാകുന്ന രീതിയിൽ അണുബാധ പടർത്താൻ ശ്രമിക്കുക ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്.
സർവകലാശാലകളിൽ VC നിയമനത്തിനുള്ള നടപടികളുമായി ഗവർണർ. 6 സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. നിയമന നീക്കം കേരള, MG, കുഫോസ്, KTU, കാർഷിക, മലയാളം സർവകലാശാലകളിൽ. നടപടി VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറച്ചുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകാതിരുന്ന സാഹചര്യത്തിൽ. ഇന്ത്യയ്ക്കൊപ്പം അവസാന മത്സരത്തിൽ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. ലോകകപ്പിന് ശേഷം ടീം വിടും. കിരീടത്തോടെ കളം വിടാൻ ദ്രാവിഡ്. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് തകർപ്പൻ ജയം. പരാഗ്വയെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ചു ബ്രസീൽ. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. ലൂക്കാസ് പക്വറ്റ, സാവിയോ എന്നിവരും ഗോൾ നേടി. കോപ്പ അമേരിക്കയിൽ ജയം തുടരാൻ അർജന്റീന നാളെ ഇറങ്ങും. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പെറു എതിരാളികൾ. മത്സരം പുലർച്ചെ 5:30. ചിലി നാളെ കാനഡയെ നേരിടും. അർജന്റീന പരിശീലകൻ ലിയോണൽ സ്ക്ലോണിക്ക് സസ്പെൻഷൻ. നാളത്തെ പെറു മത്സരത്തിൽ ടീമിനൊപ്പം ഉണ്ടാകില്ല. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും. ആതിഥേയരായ ജർമ്മനിക്ക് ഡെൻമാർക്ക് എതിരാളികൾ. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. 6-ന് 603 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ 4-ന് 236. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പേരുമാറ്റം അടിസ്ഥാനരഹിത പ്രചാരണമെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്രം നിർദ്ദേശിച്ച പോലെ പേരുകൾ മാറ്റില്ല. പകരം ആശുപത്രികളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കുമെന്നും ആരോഗ്യവകുപ്പ്. അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്ത്. ചങ്ങനാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന് 5 അധ്യാപകരെയാണ് സ്ഥലം മാറ്റിയത്. അക്കാദമിക് പ്രവർത്തനങ്ങളിലെ നിസ്സഹകരണം, പദവിക്ക് ചേരാത്ത വില കുറഞ്ഞ പെരുമാറ്റങ്ങൾ എന്നിവ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടെയാണ് സ്ഥലം മാറ്റി ഉത്തരവിട്ടത്. മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ചു. അപകടം കാർ പോർച്ച് നിർമ്മിക്കുന്നതിനിടെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ്. മാവേലിക്കര പുതുച്ചിറ സ്വദേശി ആനന്ദൻ, ചെട്ടികുളങ്ങര പേള സ്വദേശി സുരേഷ് എന്നിവരാണ് മരിച്ചത്. ആറാം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ക്ലസ്റ്റർ പരിശീലനം ബഹിഷ്കരിക്കുമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്ന് നടക്കുന്ന മുഴുവൻ ക്ലസ്റ്റർ പരിശീലന ക്ലാസുകളും NTU ബഹിഷ്കരിക്കും. പരിശീലന കേന്ദ്രങ്ങളിൽ അക്കാദമിക് കലണ്ടർ കത്തിച്ചു പ്രതിഷേധിക്കുമെന്നും NTU. KSRTCയിൽ ജീവനക്കാർ മദ്യപിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ നടത്തുന്ന പരിശോധന മേലുദ്യോഗസ്ഥർക്കും ബാധകമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘം ആവശ്യമുന്നയിച്ച് CMDക്ക് കത്ത് നൽകി. കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് മാത്രമായി നിലവിൽ പരിശോധന നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും അതിനാൽ മുഴുവൻ ജീവനക്കാർക്കും പരിശോധന നടത്തണമെന്നുമാണ് ആവശ്യം. പുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടപ്പറമ്പിൽ ജയകൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചാബ് ഹോഷിയാപൂർ സ്വദേശി നിർമ്മല ദേവിക്കാണ് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റത്.
ഇടുക്കി മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയ ഹോട്ടലിന്റെയും ലോഡ്ജിന്റെയും പ്രവർത്തനം തടഞ്ഞു. മൂന്നാർ GH റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയത്. പകൽ സമയം മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഇരു സ്ഥാപനങ്ങൾക്കുമായി പഞ്ചായത്ത് 2 ലക്ഷം പിഴ ചുമത്തി. യാത്രക്കാരെ വട്ടം കറക്കി പത്തനംതിട്ട കുറ്റൂരിലെ റെയിൽവേ അടിപ്പാത. മഴക്കാലത്ത് അടിപ്പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതോടെ കിലോമീറ്ററുകളോളം കറങ്ങി വേണം യാത്രക്കാർക്ക് നഗരത്തിലെത്താൻ. 6 വർഷത്തിലധികമായി നിർമ്മാണം പൂർത്തിയായ അടിപ്പാത വർഷത്തിൽ പകുതി സമയവും ഉപയോഗശൂന്യമാണ്. വയനാട് നീലഗിരിയിൽ ശക്തമായ മഴ. സുൽത്താൻ ബത്തേരി ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം. നൂൽപ്പുഴ മുക്കൂത്തിക്കുന്നിൽ റോഡിൽ വെള്ളം കയറിയതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. പ്രദേശത്തെ വീട്ടുകാരെ വായനശാലയിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയിൽ ഊന്നുവലകൾ നശിച്ച തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. കനോലി കനാലിനെയും കാഞ്ഞിരപ്പുഴയെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പ്രതിസന്ധിയിലായത്. ശക്തമായ നീരൊഴുക്കിൽ മാലിന്യങ്ങൾ വന്നടിഞ്ഞതോടെയാണ് ഭൂരിഭാഗം പേരുടെയും വലകൾ നശിച്ചത്. ഇടുക്കി വാളറ കുളമാങ്കുഴിയിൽ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജനം. 3 മാസം കാലമായി നിത്യേനയുള്ള കൂലിപ്പണിക്ക് പോലും മുടങ്ങുന്നുവെന്ന് ആദിവാസി വിഭാഗക്കാർ. ജീവൻ നഷ്ടപ്പെടും മുമ്പ് പ്രതിവിധി കാണണമെന്ന് ആവശ്യം. മലപ്പുറം വണ്ടൂർ അത്താണിക്കലിലെ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നിവേദനം നൽകി വണ്ടൂർ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റ് പ്രദേശവാസികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും പരാതിയിൽ പറയുന്നു. കണ്ണൂരിൽ മകൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. പൂതാനം കോളനിയിലെ നാരായണിയെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. മകൻ സതീശൻ അറസ്റ്റിൽ. അജു വർഗീസിനെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസിലെ യഥാർത്ഥ പ്രതി പിടിയിൽ. ബിജു എന്നു പേരുള്ള 44 വയസ്സുകാരനെയാണ് പോലീസ് പിടിയിലായത്. 7 വർഷമായി പ്രതി പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയായിരുന്നു. അവധി ചോദിച്ച പാടകരി സ്റ്റേഷനിലെ CPOയെ CI അധിക്ഷേപിച്ചതായി പരാതി. അവധി നിഷേധിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്ന് CPO സന്ദീപിന്റെ പരാതി. ജോലി കഴിഞ്ഞു പോകാൻ നിന്ന സന്ദീപിന്റെ ബൈക്കിന്റെ ചാവി CI ഊരിയെന്നും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും സന്ദീപ്. CIക്കെതിരെ അന്വേഷണം നടത്താൻ ഷൊർണൂർ DYSP. മനു തോമസ് വിഷയത്തിൽ മൗനം വെടിഞ്ഞ് CPM. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമെന്ന് പ്രസ്താവന ഇറക്കി ജില്ലാ സെക്രട്ടേറിയറ്റ്. P. ജയരാജനും M. ഷാജിറിനുമെതിരെ വരുന്നത് വ്യാജ വാർത്തകൾ. മാധ്യമപ്രചാരണങ്ങളിൽ പ്രവർത്തകരും ജനങ്ങളും കുടുങ്ങിപ്പോകരുതെന്നും പ്രസ്താവന. മൗനം വിദ്വാനുഭൂഷണമെന്ന് സെക്രട്ടേറിയറ്റിന് ശേഷം P. ജയരാജൻ.
പക്ഷിപ്പനി പടരുന്നത് മറ്റ് പക്ഷികൾ രോഗവാഹകരാകുന്നതും വൈറസുകളുടെ ജനിതക മാറ്റവും മൂലമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. താറാവ്, കോഴി കൂടാതെ പ്രാവ്, മയിൽ തുടങ്ങിയ പക്ഷികളിലും പക്ഷിപ്പനി കണ്ടെത്തി. പക്ഷിപ്പനി ബാധിച്ച് ദയാവധത്തിന് വിധേയമാക്കിയ പക്ഷികളുടെ ഉടമകൾക്ക് അപേക്ഷിക്കാതെ തന്നെ നഷ്ടപരിഹാരം നൽകുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. 2 മാസം വരെ പ്രായമായ പക്ഷികൾക്ക് 100 രൂപയും 2 മാസത്തിൽ കൂടുതലായ പക്ഷികൾക്ക് 200 രൂപയുമാണ് നഷ്ടപരിഹാരം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിൽ ഇതര സംസ്ഥാനങ്ങളിൽ വീണ്ടും പരിശോധന. ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. പരമാവധി തെളിവുകൾ സമാഹരിച്ച് പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ്. നാലു വർഷ ബിരുദം ആരംഭിക്കുന്ന സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ അനുവദിക്കപ്പെട്ട മുഴുവൻ അധ്യാപക തസ്തികകളും നിലനിർത്താൻ തീരുമാനിച്ചു. തീരുമാനം ധനമന്ത്രി KN ബാലഗോപാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും തമ്മിൽ നടന്ന ചർച്ചയിൽ. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആദ്യ ബാച്ചിന്റെ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സേവന വ്യവസ്ഥകളും തസ്തികകളും നിലനിർത്തി തുടരാനാണ് തീരുമാനം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലെ ചോർച്ചയിലും ക്ഷേത്രവഴിയിലെ വെള്ളക്കെട്ടിലും 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് പൊതുമരാമത്ത് വകുപ്പിലെ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, 2 അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, 2 ജൂനിയർ എഞ്ചിനീയർമാർ എന്നിവരെ. നടപടി സ്പെഷ്യൽ സെക്രട്ടറി വിനോദ് കുമാറിന്റെ ഉത്തരവിനെ തുടർന്ന്. അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള കരാറുകാരായ ഭുവൻ ഇൻഫ്രാകോം പ്രൈവറ്റ് ലിമിറ്റഡിനും നോട്ടീസ് അയച്ച് സംസ്ഥാന സർക്കാർ. ബംഗാളിലെ കുച്ച് ബെഹാറിൽ നടന്ന അക്രമത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്ന് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ബംഗാളിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ നടക്കുന്നു. ആർട്ടിക്കിൾ 167 പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ. മോദി സർക്കാരിന് മേൽ സമ്മർദ്ദ തന്ത്രവുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിന് പ്രത്യേക പദവി ആവശ്യം ശക്തമാക്കാൻ നീക്കം. പ്രത്യേക പദവി പ്രമേയം അംഗീകരിച്ച് ജനതാദൾ എക്സിക്യൂട്ടീവ് യോഗം. പ്രത്യേക പദവിക്ക് പുറമെ ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടേക്കും. JDUവിന്റെ ദേശീയ അധ്യക്ഷനായി നിതീഷ് കുമാർ തുടരും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് CBI. അറസ്റ്റിലായത് ഹസാരിബാഗ് നിന്നുള്ള മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ജമാലുദ്ദീൻ. ആരോപണ വിധേയരായ 2 പേരെ ഇയാൾ സഹായിച്ചിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചതായും CBI. ഹസാരിബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന് CBI കണ്ടെത്തിയിരുന്നു. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും കത്തയച്ച് MK സ്റ്റാലിൻ. കത്തയച്ചത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക്. നീറ്റ് പരീക്ഷ റദ്ദാക്കാനുള്ള പ്രമേയം പാസാക്കണമെന്ന ആവശ്യം. നോയിഡയിൽ മതിലിടിഞ്ഞു വീണ് ബന്ധുക്കളായ 3 കുട്ടികൾ മരിച്ചു. മരിച്ചത് 4, 2, 8 വയസ്സുള്ള കുട്ടികൾ. ഇടിഞ്ഞു വീണത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മതിൽ. പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ആശുപത്രി അധികൃതർ. ഡൽഹി വസന്ത് വിഹാറിൽ ഇടിഞ്ഞു വീണ മതിലിനടിയിൽപ്പെട്ട് മരിച്ച 3 തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചവരിൽ സന്തോഷ് കുമാർ യാദവ്, സന്തോഷ് എന്നിവരെ തിരിച്ചറിഞ്ഞു. 3ാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. താൽക്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. സംയുക്ത രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും. തമിഴ്നാട്ടിൽ പടക്കശാലയിൽ പൊട്ടിത്തെറി. 4 മരണം, ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്. അപകടം വിരുദുനഗർ ബന്തുവാർപെട്ടിയിൽ. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഭാഗികമായി തകർന്ന് ഫാക്ടറി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സ്ഫോടന കാരണം വ്യക്തമല്ല. അപകടത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം.
ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള യാത്രാനിരക്ക് പരിശോധിക്കാൻ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിമാനം റദ്ദാക്കുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും പിഴ ഈടാക്കാതെ തന്നെ ചെയ്യണമെന്നും മന്ത്രാലയം. കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിന് പുറത്തുള്ള താൽക്കാലിക മേൽക്കൂരയും തകർന്നു വീണു. ആളപായമില്ല. അപകട ദൃശ്യങ്ങൾ പുറത്ത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് പെൺകുട്ടി മരിച്ചു. 8 പേർ ആശുപത്രിയിൽ. മരിച്ചത് അങ്കല്ലൂരു സ്വദേശി കരിഷ്മ. മദ്രസയിൽ നിന്ന് കഴിച്ച പഴകിയ ആട്ടിറച്ചിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം. ഭക്ഷണം കഴിച്ചതിന് തൊട്ടു പിന്നാലെ 10ഓളം കുട്ടികൾ ഛർദ്ദിച്ചതായും റിപ്പോർട്ടുകൾ. ഹരിയാനയിലെ സർക്കാർ സ്കൂളുകളിൽ 4 ലക്ഷം വ്യാജ അഡ്മിഷനുകൾ. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് CBI. ആരോപണം സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചുകാട്ടി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിനായി. 7 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാന പോലീസിന്റെ സഹായത്തോടെ CBI തുടരന്വേഷണം നടത്തും. CBI ചുമതലയേൽക്കുന്നത് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച്. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ വ്യാജ തട്ടിപ്പ്. ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി സർക്കാർ. തട്ടിപ്പ് ഇന്ത്യ പോസ്റ്റിന്റെ SMS സന്ദേശം എന്ന വ്യാജേന. പാക്കേജ് ഡെലിവറിക്കായി വിലാസവും വ്യക്തിഗത വിവരങ്ങളും ആവശ്യപ്പെട്ടുള്ള തട്ടിപ്പ്. സന്ദേശത്തെ അവഗണിക്കണമെന്നും അധികൃതർ. ഇതിനകം തട്ടിപ്പിനിരയായ വിവരം Xലൂടെ പങ്കുവച്ച് 100 കണക്കിന് ഉപയോക്താക്കൾ. മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേയിൽ കാർ അപകടം. 6 മരണം, 4 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് മുംബൈയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള സമൃദ്ധി ഹൈവേയിൽ. സ്വിഫ്റ്റ് ഡിസയറും എർട്ടിഗയും തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിന് കാരണമായത് തെറ്റായ ദിശയിൽ നിന്ന് വന്ന സ്വിഫ്റ്റ് കാറെന്ന് അനുമാനം. വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച CSIR UGC നെറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ജൂണിലെ റദ്ദാക്കിയ പരീക്ഷ ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിൽ നടക്കും. ഇത്തവണ പരീക്ഷ നടക്കുക ഓൺലൈനായി. സംയുക്ത CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ. NCET പരീക്ഷ ജൂലൈ 10-ന്. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. തകർന്നത് മധുബനിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന പാലം. ഇതോടെ സംസ്ഥാനത്ത് 9 ദിവസത്തിനിടെ തകരുന്നത് 5ാമത്തെ പാലം. 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് 2021-ൽ. ലക്ഷദ്വീപിലെ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പണ്ടാരം ഭൂമി ഏറ്റെടുക്കുന്നതിൽ നേരത്തെയുള്ള വിലക്ക് നീട്ടി. 2 മാസത്തേക്കാണ് സ്റ്റേ നീട്ടിയത്. ഇന്നലെ ഇറക്കിയ ഉത്തരവിലും ഭരണകൂടത്തിന് ഉടൻ നടപടിയെടുക്കാനാവില്ല. മുൻപ് ഹർജി നൽകിയവർ ഇന്നലത്തെ ഉത്തരവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കുറിച്ചുള്ള തുറന്ന ചർച്ചകളിൽ നിന്ന് പാർട്ടി നേതാക്കളെ വിലക്കി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത് കഠിനാധ്വാനത്തിലൂടെ. തനിക്ക് ആരുടെയും ശുപാർശ വേണ്ട, അനുഗ്രഹം മതിയെന്നും DK. അല്ലാത്ത പക്ഷം AICCക്കും തനിക്കും നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരുമെന്നും DK ശിവകുമാർ. മഹാരാഷ്ട്ര താനെ ജില്ലയിൽ AI ഉപയോഗിച്ച് ശബ്ദം മാറ്റി തട്ടിപ്പ്. 6 ലക്ഷം രൂപ തട്ടിയെടുത്ത അയൽവാസി അറസ്റ്റിൽ. AIയിലൂടെ പുരുഷ ശബ്ദത്തിൽ സംസാരിച്ചാണ് അയൽവാസിയായ സ്ത്രീയിൽ നിന്ന് പ്രതി രശ്മികർ പണം തട്ടിയത്. പ്രതിയായ രശ്മികർ അയൽക്കാരിയെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയത് വിവിധ ഗഡുക്കളായി. തട്ടിപ്പിൽ രശ്മിയുടെ ഭർത്താവിനും പങ്കെന്ന് പോലീസ്. ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിക്കാൻ ഒരുങ്ങി അംബാനി കുടുംബം. സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നത് ജൂലൈ 2-നെന്ന് ANI റിപ്പോർട്ട്. ചടങ്ങ് നടക്കുക മഹാരാഷ്ട്ര പാൽഘറിലെ സ്വാമി വിവേകാനന്ദ് വിദ്യാ മന്ദിറിൽ വൈകുന്നേരം 4:30-ന്. ഡയാന രാജകുമാരിയുടെ വസ്തുക്കൾ ലേലത്തിലേക്ക്. ലേലം ചെയ്യുന്നത് വസ്ത്രങ്ങളും കത്തുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. ഡയാനയുടെ പ്രിയ ഡിസൈനർമാരുടെ വസ്ത്രങ്ങളും ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 27-നാണ് വിൽപ്പന.
പാരീസ് ഫാഷൻ വീക്കിന്റെ ലക്ഷറി ഡിസൈനർ റാംബ് കീഴടക്കി ഇന്ത്യൻ പുരാണം. ഇരുവശത്തേക്കും 2 തലകൾ ഉൾപ്പെടുത്തിയ രീതിയിലാണ് വസ്ത്രം. ഇന്ത്യൻ പുരാണത്തിലെ ബ്രഹ്മാവിന്റെ രൂപത്തിൽ പ്രചോദിതമായാണ് ഡിസൈൻ. രാഹുൽ മിശ്രയാണ് വസ്ത്രത്തിന്റെ ഡിസൈനർ. പാരീസ് ഫാഷൻ വീക്കിലേക്ക് ക്ഷണം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് രാഹുൽ മിശ്ര. രാഹുലിന്റെ ഡിസൈനർ ജീവിതത്തിന്റെ തുടക്കം കേരള കൈത്തറിയിൽ നിന്ന്. ജിത്തു ജോസഫ് ബേസിൽ കൂട്ടുകെട്ടിലെ ചിത്രം നുണക്കുഴിയുടെ റിലീസ് പ്രഖ്യാപിച്ചു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാൽ പുറത്തിറക്കി. ലയേഴ്സ് ഡേ ഔട്ട് എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ. ഓഗസ്റ്റ് 15-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നടി മീരാനന്ദൻ വിവാഹിതയായി. ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൗണ്ടായ ശ്രീജു ആണ് വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട വിവാഹത്തിന് ക്ഷണിച്ച് തെന്നിന്ത്യൻ നടി വരലക്ഷ്മി ശരത് കുമാർ. പ്രതിശ്രുത വരൻ നിക്കോളായ് സച്ദേവ്, പിതാവ് ശരത് കുമാർ, അമ്മ രാധിക ശരത് കുമാർ എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെയും നേരിട്ട് കണ്ട് വിവാഹം ക്ഷണിച്ചത്. ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ജൂലൈ 2-നാണ് വിവാഹം. മേനെ പ്യാർ കിയ എന്ന റോംകോം ത്രില്ലർ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനാണ് സിനിമ നിർമ്മിക്കുന്നത്. നവാഗതനായ ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നു. സംവിധായകൻ ഫൈസൽ ഫസലുദ്ദീൻ, ബിൽകഫിൽ എന്നിവർ ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ടൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്യുന്ന പൊറാട്ട് നാടകത്തിലെ വീഡിയോ ഗാനം പുറത്ത്. മിമിക്രി താരങ്ങളുടെ സംഘടനയായ മാ അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡിയിൽ സംവിധായകൻ സിദ്ദിഖ് അനുസ്മരണത്തോടനുബന്ധിച്ച് KS പ്രസാദാണ് ഗാനം പുറത്തിറക്കിയത്. അനൂപ് മേനോൻ, ലാൽ, രേഖ ഹരീന്ദ്രൻ, രാജലക്ഷ്മി, അഞ്ജലി മോഹനൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കുന്ന ചെക്ക്മേറ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. രതീഷ് ശേഖർ രചനയും സംവിധാനം, ഛായാഗ്രഹണം, സംഗീതം എന്നിവ നിർവഹിക്കുന്ന ചിത്രം മൈൻഡ് ഗെയിം ത്രില്ലർ മൂഡിലാണ് ഒരുക്കുന്നത്. ഓരോ നീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കാമെന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രം ന്യൂയോർക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. കൊണ്ടൽ എന്ന് പേരിട്ട ചിത്രം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് നിർമ്മിക്കുന്നത്. 96 ദിവസങ്ങൾ നീണ്ടുനിന്ന ചിത്രീകരണത്തിന്റെ 75ഓളം ദിനങ്ങൾ നടുക്കടലിലാണ് ഷൂട്ടിംഗ് നടത്തിയത്. സ്വർണ്ണവില വീണ്ടും കൂടി. വില വീണ്ടും കൂടുന്നത് തുടർച്ചയായ 2ാം ദിവസം. വിപണി വില 53,000 രൂപയിലെത്തി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,625 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ 52,920 രൂപയായിരുന്നു പവന് വില. സംസ്ഥാനത്ത് കുരുമുളക് വില വീണ്ടും കരകയർന്നു. കുരുമുളക് വില 300 രൂപയാണ് വർദ്ധിച്ചത്. വെളിച്ചെണ്ണ വില വീണ്ടും 15,000 രൂപ കടന്നു. റബ്ബർ വിലയിൽ മാറ്റമില്ല. വിവാഹിതരായ ഇന്ത്യൻ വനിതകൾക്ക് തൊഴിൽ നൽകാത്ത ഐഫോൺ അസംബ്ലിംഗ് കമ്പനിക്കെതിരെ BJP മഹിളാ മോർച്ച. ഫോക്സ്കോൺ കമ്പനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷന് കത്തയച്ച് വാനതി ശ്രീനിവാസൻ. കമ്പനിയിൽ സ്ത്രീകളുടെ തൊഴിൽ അവസരം ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. തൊഴിൽ നിഷേധം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ്. കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെയും സ്മാർട്ട് സിറ്റിയുടെയും ഭാഗമായി ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ. നഗരസഭ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും വായുവിലെ കാർബണിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് ഓട്ടോ സംവിധാനം കൊണ്ടുവരുന്നത്.
ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ കാർ റേസ് കമ്പനി എക്സ്ട്രീം എച്ച് പുത്തൻ കാർ അവതരിപ്പിച്ചു. മലിനീകരണമില്ലാത്ത ഹൈഡ്രജൻ കാറാണ് ട്രാക്കിലിറക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ഉൾനാടുകളിൽ റേസ് സംഘടിപ്പിക്കുമെന്ന് സ്ഥാപകൻ അലക്സാൻഡ്രോ അഗാഗ്. കാത്തിരിപ്പിന് വിരാമമിട്ട് റോയൽ എൻഫീൽഡ് ഗറില്ലയുടെ ലോഞ്ചിംഗ് ജൂലൈ 17-നുണ്ടാകുമെന്ന് കമ്പനി. ബൈക്കിന്റെ അന്താരാഷ്ട്ര ലോഞ്ചിംഗ് ബാഴ്സലോണയിൽ നടക്കും. നിലവിൽ റോഡ്സ്റ്റർ ശ്രേണിയിൽ കത്തിനിൽക്കുന്ന ട്രയംഫ് സ്പീഡ് 400-ന് കനത്ത വെല്ലുവിളിയായിരിക്കും ഗറില്ല. 2.5 ലക്ഷം രൂപ മുതലായിരിക്കും വാഹനത്തിന്റെ എക്സ് ഷോറൂം വിലയെന്നാണ് സൂചന. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറവെന്ന US റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം. റിപ്പോർട്ട് പക്ഷപാതപരമാണെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിയാണെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചില സംഭവങ്ങളെ പെരുപ്പിച്ചുകാട്ടി ഇന്ത്യക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ് ഈ റിപ്പോർട്ടെന്നും ജയ്സ്വാൾ. ഗൾഫ് മേഖലയുടെ സാമ്പത്തിക കുതിപ്പിന് ഊർജം നൽകാൻ GCC റെയിൽവേ പദ്ധതി. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 6 GCC അംഗരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ദീർഘകാല മെഗാ ഗൾഫ് റെയിൽവേ പദ്ധതിയാണ് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കനത്ത ചൂടിൽ വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ സമയം വെട്ടിക്കുറച്ച് അധികൃതർ. ഇമാമുകളോട് ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ചകളിലെ പ്രഭാഷണവും പ്രാർത്ഥനയും ഒക്ടോബർ വരെ 10 മിനിറ്റായി ചുരുക്കാൻ. നിർദ്ദേശം രാജ്യത്തെ താപനില 50 ഡിഗ്രി കടന്നതിനെ തുടർന്ന്. നീക്കം ചുട്ടുകൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് വിശ്വാസികളെ സംരക്ഷിക്കാൻ. സൗദി അറേബ്യയും സമാനമായ നയം പുറത്തിറക്കിയിരുന്നു. വിമാനങ്ങളുടെ സമയക്രമം പാലിക്കുന്നതിൽ റിയാദ് വിമാനത്താവളം ഒന്നാമത്. റാങ്കിംഗ് വിമാന സർവീസുകളുടെ പ്ലാനിംഗിന്റെ കാര്യക്ഷമത പരിഗണിച്ചും വിമാനങ്ങളുടെ ഷെഡ്യൂൾ സംബന്ധിച്ച വിവരം യാത്രക്കാർക്ക് നൽകുന്നതിന്റെയും അടിസ്ഥാനത്തിൽ. പ്രമുഖ ഏജൻസി സിറിയം ജിയോ നടത്തിയ ആഗോള റാങ്കിങ്ങിലാണ് റിയാദ് എയർപോർട്ട് 1-ാം സ്ഥാനം നേടിയത്. T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 177 വിജയലക്ഷ്യം. 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 176. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി.